ഹലോ ഗായ്സ്, ഇന്ന് ലഞ്ച് ബോക്സിൽ എന്താണെന്ന് നോക്കിയാലോ. വാ, ഇതാണ് താരം, നമ്മളെ എഗ് റൈസ്. ഇതിൻ്റെ കൂടെ സലാഡും ഉണ്ട് കേട്ടോ, അച്ചാറും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ആദ്യം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വയ്ക്കുക. ഒരു പാൻ എടുക്കുക, അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം അര ടീസ്പൂൺ സ്പൂൺ കടുകിട്ട് കൊടുക്കുക. അത് പൊട്ടിത്തീർന്നതിന് ശേഷം ചോപ്പ് ചെയ്ത ഇഞ്ചി, ചോപ്പ് ചെയ്ത വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കുക. എന്നിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ സവോളയും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഗോൾഡൻ കളറിലാക്കുമ്പോൾ ഇത്തിരി ഉപ്പും ഇത്തിരി മുളക് പൊടി, 1 ടീസ്പൂൺ നിങ്ങൾ എരിവിന് അനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കുക. അതിനുശേഷം നാരങ്ങാ നീര് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നടുക്കൊന്ന് കുഴിയിട്ട് അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ്, എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം, അതങ്ങോട്ട് ഒഴിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് വേവുമ്പോഴത്തേക്കും മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ലപോലെ ചിക്കി വരുമ്പോഴത്തേക്കും ഇത്തിരി ചിക്കിയാൽ മതി, അധികം വേവണ്ട. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ചോറാണ് അത് മുട്ടിട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് മല്ലി ചെമ്പ് അല്ലെങ്കിൽ മല്ലിയില ഇങ്ങോട്ട് വിതറി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ എഗ്ഗ് റൈസ് അടിപൊളിയായിട്ട് റെഡിയാവും. പിന്നെ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്, നമുക്ക് വേണമെന്ന് അത്ര വെജിറ്റബിൾസും കൂടി ചേർക്കാം കേട്ടോ. നമുക്ക് എത്ര വേണോ, ക്യാപ്സിക്കം, ക്യാബേജ്, ബീട്രൂട്ട് എന്നിവ ചേർക്കാവുന്നതാണ്. നമുക്ക് എത്ര വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ കറിവേപ്പില ഇടാൻ മറക്കല്ലേ. കടുക് പൊട്ടിത്തീർന്നതിന് ശേഷമാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് സർവ് ചെയ്യാൻ ലഞ്ചിനും സർവ് ചെയ്യാൻ നല്ല ലഞ്ച് ബോക്സിലൊക്കെ, നല്ല കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സലാഡും അച്ചാറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് മസ്റ്റായിരുന്നു ട്രൈ ചെയ്തിട്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലവ് ആൻഡ് ബൈ.